ഫ്രണ്ടിലേക്ക് വാ, ഇപ്പുറത്തെ സൈഡ്. എസ്എഫ്ഐയുടെ വ്യാപക പ്രതിഷേധം രാജ്ഭവന് മുന്നിൽ എസ്എഫ്ഐ പ്രതിഷേധിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, ഗവർണർക്കെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു. രാജ്ഭവനിലേക്ക് എസ്എഫ്ഐയുടെ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിക്കുന്നു. മറ്റ് വിവരങ്ങൾ. ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് രാജ്ഭവനിലേക്ക് എസ്എഫ്ഐ പ്രവർത്തകർ നടത്തിയത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ എസ്എഫ്ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന്റെ സമീപത്ത് പോലും പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ തവണ എസ്എഫ്ഐയുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെയൊക്കെ മാർച്ചിനിടയ്ക്ക് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് രാജ്ഭവന്റെ സമീപം വരെ എത്തുകയും പിന്നീട് പോലീസിന് അത് വലിയ തലവേദനയായിട്ട് മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് അതീവ സുരക്ഷയാണ് ഇന്നിപ്പോൾ രാജ്ഭവനിലെ എസ്എഫ്ഐ പ്രവർത്തകർക്ക് നേരെയുള്ള മാർച്ചുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു തരത്തിലും പ്രവർത്തകരെ ബാരിക്കേഡ് മറികടക്കാൻ പോലീസ് അനുവദിച്ചില്ല. സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദിന്റെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധ മാർച്ച് രാജ്ഭവനിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്നത്. ജില്ലാ നേതൃത്വം ഉൾപ്പെടെ ഉള്ള നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടു. അതിനുശേഷം ബാരിക്കേഡിന്റെ മുകളിൽ കയറി നിന്ന് മുദ്രാവാക്യം മുഴക്കി. ചാൻസലർക്കെതിരെയും വിസിക്കെതിരെയും അതിശക്തമായിട്ടുള്ള മുദ്രാവാക്യം വിമർശനം ഉയർത്തിയാണ് പ്രവർത്തകർ രാജ്ഭവനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് ഇപ്പുറത്തേക്ക് എത്തുമെന്നുള്ള ഒരു സാഹചര്യം കണക്കിലെടുത്ത് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കാൻ ഉള്ള ഒരു തീരുമാനമെടുത്തു. അതിന്റെ അപായ മുന്നറിയിപ്പുകൾ പ്രവർത്തകർക്ക് നൽകി. തുടർന്ന് പ്രവർത്തകർ തിരിഞ്ഞു പോകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പ്രവർത്തകർക്ക് നേരെ കണ്ണീർ വാതക പ്രയോഗം പോലീസ് ഇതുവരെയും നടത്തിയില്ല. നിരവധി തവണ പ്രവർത്തകർക്ക് കണ്ണീർ വാതക അപായ മുന്നറിയിപ്പ് പോലീസ് നൽകി. പിന്നീട് പോലീസും സംസാരിച്ചു. സൂര്യ, ഇപ്പോൾ എസ്എഫ്ഐ പ്രവർത്തകർ സംസാരിക്കുന്നു. അതിലേക്ക് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോഴും വലിയ നിലയിൽ അതിനെ എതിർത്ത് തോൽപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ നിലയിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. കേരള സർവകലാശാല, കേരളത്തിനകത്ത് വിവിധ സർവകലാശാലകൾ വിവിധ ഗ്രേഡിംഗിൽ, നാക് ഗ്രേഡിംഗിൽ, NIRF ഗ്രേഡിംഗിൽ, അതോടൊപ്പം തന്നെ വിവിധ നിലയിൽ പരിശോധിക്കുമ്പോൾ രാജ്യത്തിന് തന്നെ മാതൃകയായി ലോകത്തിനാകമാനം തന്നെ ശ്രദ്ധ നേടുന്ന നിലയിലേക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല മാറിക്കൊണ്ടിരിക്കുന്നു.
രാജ്യത്തെ ഏറ്റവും മികച്ച 100 ക്യാമ്പസുകൾ എടുത്താൽ ആ 100 13 കേരളത്തിലെ ക്യാമ്പസുകളാണ്. ആ കേരളത്തിലെ 13 ക്യാമ്പസുകളിൽ നിന്ന് സമരവുമായി എത്തിയ വിദ്യാർത്ഥികളാണ്. ഇവിടെ ആ 13 ഉൾപ്പെടുന്ന ഒരു ക്യാമ്പസാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്. അതിലുൾപ്പെടുന്ന മറ്റൊരു ക്യാമ്പസാണ് വഴുതക്കാട് വിമൻസ് കോളേജ്. ആ നിലയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയ കുതിച്ചുനാട്ടം നടത്തുമ്പോൾ എന്തിനാണ് ഈ ഗവർണർ ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? മറ്റൊരു കാരണവുമില്ല. കാരണം രാജ്യത്തെ കേരളത്തിലെ തൊഴിലാളിയുടെ മകൻ, കർഷകരുടെ മകൻ, മത്സ്യത്തൊഴിലാളിയുടെ മകൻ അല്ലെങ്കിൽ കർഷകരുടെ മക്കൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നുപോകാൻ സാധിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നിലയിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള തൊഴിലാളിയുടെ മക്കൾക്ക് ഒന്നും ഇപ്പോഴും സ്വപ്നം കാണുന്ന നിലയിലേക്കാണ് അവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല. പക്ഷേ കേരളത്തിലും അല്ല രാജ്യത്തിനാകമാനം തന്നെ മാതൃകയായി കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല മാറി. അവരെ ഭയപ്പെടുത്തുന്നതാണ് അവരുടെ വിചാരധാരയാണ്, അവരുടെ താത്വിക ഗ്രന്ഥങ്ങളാണ്. കാരണം അവരുടെ താത്വിക ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് പിന്നോക്കക്കാരന്, അവർ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ജനങ്ങളെ മനുഷ്യരായി പോലും കാണുന്നില്ല, ദളിതരെ മനുഷ്യരായി പോലും കാണുന്നില്ല. കേരളത്തിലെ സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് കർഷകരുടെയും തൊഴിലാളികളുടെയും മത്സ്യത്തൊഴിലാളിയുടെ മക്കൾക്ക് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. അതാണ് പ്രത്യയശാസ്ത്രപരമായ രീതിയിൽ അവരെ പ്രകോപിപ്പിക്കുന്നത്. ആ നിലയിൽ സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ അവർക്കെതിരെ വിരൽ ചൂണ്ടുന്നതാണ് അവരെ പ്രകോപിപ്പിക്കുന്നത്. സംഘപരിവാറിന്റെ ചാതുർവർണ്ണ വ്യവസ്ഥയെ ഇവിടെ പ്രതിരോധിക്കുന്നത് കൊണ്ടാണ് ഗവർണർ ഈ നിലയിലുള്ള നടപടി സംവിധാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇന്ന് ഇവിടുത്തെ ഗവർണർ അർലേക്കർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. കേരളത്തിലെ മതനിരപേക്ഷതയെ തകർക്കുന്നതിന് വേണ്ടി, കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഗവർണർ മോഹൻ ഭഗവതിന്റെ കൊട്ടേഷനുമായി ഇവിടെ വന്നതാണെങ്കിൽ ആ കൊട്ടേഷൻ കാശ് തിരിച്ച് മോഹൻ ഭഗവതിന് കൊണ്ട് കൊടുത്തോണം. ആ നിലയിലുള്ള ഇടപെടൽ കേരളത്തിനകത്ത് ഞങ്ങൾ നടപ്പിലാക്കാൻ അനുവദിക്കത്തില്ല. ശക്തമായിട്ടുള്ളൊരു പ്രതിരോധം കേരളത്തിനകത്ത് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കും. ഈ പ്രതിഷേധം നടക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ളൊരു ചോദ്യം നിൽക്കുന്നു. വി ഡി സവർക്കറാണോ വി ഡി സതീശനാണോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്? എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, രാവിലെ രാജീവ് ചന്ദ്രശേഖരനാണ് വി ഡി സതീശന് ഫേസ്ബുക്കിൽ ഇടാനുള്ള സ്റ്റേറ്റ്മെന്റും പോസ്റ്റും തയ്യാറാക്കി കൊടുക്കുന്നത്. പണ്ട് ശ്രീനിവാസനും തിലകനും ഒരു ഡയലോഗ് ഉണ്ടല്ലോ നാടോടിക്കാറ്റില്, ചേട്ടന്റെയും എന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു എന്ന്. RSSകാരന്റെയും വി ഡി സതീശന്റെയും ശബ്ദം ഒരുപോലെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, RSS നമുക്കറിയാം അരലേർക്കർ ഗോവയിൽ നിന്ന് വന്നാണ് ഈ നിലയിൽ കാവിക്കൊടിയിൽ ദീപം കത്തിക്കുന്ന ഒരു വണ്ടി വന്നത്. പക്ഷേ നമുക്ക് സതീശനുള്ള വിധേയത്വം, RSSനോടുള്ള വിധേയത്വം വർഷങ്ങൾക്ക് മുമ്പേ ഗോവയിൽ നിന്ന് അരലേർക്കർ വരുന്നതിനേക്കാൾ മുമ്പേ അവിടെ കാവിക്കോണകത്തിന് മുന്നിൽ മുട്ടകുത്തി നിന്ന് ദീപം കത്തിച്ച ആളാണ് വി ഡി സതീശൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു സംശയമെന്നില്ല, കേരളത്തിനകത്തെ RSSകാരനായി രാജീവ് ചന്ദ്രശേഖരനേക്കാൾ വലിയൊരു RSSകാരനായി BJPക്കാരനായി വി ഡി സതീശൻ മാറിയിരിക്കുന്നു. പക്ഷേ കോൺഗ്രസിനകത്തുള്ള മതനിരപേക്ഷവാദികൾ ഇത് തിരിച്ചറിയുന്നുണ്ട്. നിരവധി കോൺഗ്രസുകാർ ഉൾപ്പെടെയാണ് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് SFIയുടെ ഈ സമരം മാധ്യമങ്ങളിൽ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, ഈ സമരം SFIയും ഗവർണറും ഉള്ള സമരമായി മാത്രം ചിത്രീകരിക്കാനാണ് ചിലർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമരം വിദ്യാർത്ഥികളും RSSും തമ്മിലുള്ള സമരമാണ്. ഈ സമരം RSSും മതനിരപേക്ഷവാദികളും തമ്മിലുള്ള സമരമാണ്. ഈ സമരം കേരളവും സംഘപരിവാറും തമ്മിലുള്ള സമരമാണ്. ഈ സമരം വിജയിക്കുമെന്നതിൽ നമുക്ക് സുനിശ്ചിതമാണ്, വിജയം സുനിശ്ചിതമാണ്. ഇനിയും കരുത്തുറ്റ പോരാട്ടമായി മോഹൻ കുന്നുമ്മലോടും സിസാ തോമസിനോടും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെ സർവകലാശാലകൾക്ക് വൈസ് ചാൻസലർമാരെയാണ് ആവശ്യം, അല്ലാതെ
സംഘപരിവാറിന്റെ RSSന്റെ ശാഖകളിൽ നിരങ്ങി നടക്കുന്ന ചാൻസലർമാരെയോ വൈസ് ചാൻസലർമാരെയോ ഞങ്ങൾക്ക് ആവശ്യമില്ല. രാജ്യത്തിന് തന്നെ മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ഏതൊക്കെ RSSകാരനും ഏതൊക്കെ ഇനി മോഹൻ ഭഗവത് വൈസ് ചാൻസലറോ ഗവർണറോ ആയി കേരളത്തിൽ നേരിട്ട് വന്നാലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും, ഞങ്ങളുടെ ജീവൻ നൽകിയും പ്രതിരോധിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമരസഖാക്കളെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. വി ഷാൽ ഫൈറ്റ്, വി ഷാൽ വിൻ. ഈ സമരം അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി SFIയുടെ കേരള സംസ്ഥാന രാജ്ഭവനിലേക്കുള്ള SFI മാർച്ചാണ് നടക്കുന്നത്. മറ്റ് വിവരങ്ങൾ രാജ്ഭവനിലേക്കുള്ള SFI മാർച്ചിൽ പ്രതിഷേധം. സൂര്യഗായത്രിയുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. സൂര്യ, വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് രാജ്ഭവനിലേക്ക് SFI നടത്തിയത്. തീർച്ചയായിട്ടും വൃന്ദ, അതിശക്തമായിട്ടുള്ള പ്രതിഷേധം VCക്കും ചാൻസലറിനെതിരെയും ഉയർത്തിയാണ് SFI പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തുന്നത്. അതിൽ VCക്കെതിരെ അടക്കം അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തുന്നത് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയാണ്. കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയ്ക്ക് അകത്ത് നടത്തിയ പ്രതിഷേധത്തിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ റിമാൻഡിലാണ്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ SFI സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദ്, അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി, അതുപോലെ തന്നെ ജില്ലാ നേതൃത്വം ഉൾപ്പെടെ സംയുക്തമായിട്ടാണ് ഈ പ്രതിഷേധം രാജ്ഭവനിലേക്ക് നടത്തുന്നത്. ചാൻസലർക്കെതിരെ ശക്തമാക്കുകയാണ് SFI പ്രതിഷേധം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പതിവ് പോലെ എല്ലായ്പ്പോഴും ഉയർത്തുന്ന വിമർശനങ്ങൾ തന്നെയാണ് SFI ഇപ്പോഴും ഉയർത്തിയിരിക്കുന്നത്. സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ചാൻസലർക്കെതിരെയാണ് അതിശക്തമായിട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അത് മറ്റൊന്ന്, രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത അടക്കമുള്ള നടപടികൾക്കെതിരെയും പ്രതിഷേധം ശക്തമാക്കിയാണ് SFI. ഇന്നിപ്പോൾ SFI പ്രവർത്തകരൊക്കെ തന്നെ സർവകലാശാല ആസ്ഥാനത്തിന് അകത്തുമുണ്ടായിരുന്നു. മോഹനൻ കുന്നുമ്മൽ അവധി കഴിഞ്ഞ് സർവകലാശാലയിൽ എത്തുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് VCയെ തടയും, ഒരു വിധത്തിലും സർവകലാശാലയ്ക്ക് അകത്ത് VC മോഹനൻ കുന്നുമ്മലിനെ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തുണ്ടായിരുന്നത്. അതിനുശേഷം VC ഇന്ന് വരാൻ സാധ്യത കുറവാണ് എന്നുള്ള വിവരം അറിയിച്ചതിനെ തുടർന്നാണ് SFI പ്രവർത്തകർ സർവകലാശാലയ്ക്ക് അകത്തു നിന്നും മടങ്ങിപ്പോയിട്ടുണ്ടായിരുന്നത്. രാജ്ഭവൻ